ശിരൂരിൽ നിന്നുള്ള അർജുന്റെ മടക്കയാത്ര ഇന്നാണ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ലോറി ഉടമ മനാഫ് അർജുന്റെ കോഴിക്കോട് അങ്ങാടിക്കലുള്ള വീട്ടിലേക്ക് എത്തുകയാണ്. അങ്ങാടിക്കലെ വീട്ടിലെത്തി അർജുന്റെ കോഴിക്കോട് കണ്ണാടിക്കുള്ള വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിലെത്തി അർജുന്റെ അമ്മയെ അദ്ദേഹം കാണുകയാണ്. ഈ ദൗത്യ രംഗത്ത് തുടക്കം മുതൽ ഒടുക്കം വരെ നിന്ന വ്യക്തിയാണ്. അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം തേടിയാൽ മാത്രമേ താൻ ഇനി മടക്കമുള്ളൂ എന്ന നിലപാടെടുത്തയാളാണ് ഡ്രൈവർ, ആ ലോറിയുടെ ഉടമ മനാഫ്. ആ മനാഫ് അതുപോലെ തന്നെ ഇപ്പോൾ അമ്മയെ കാണുകയാണ്. അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് അർജുനുമായേ മടക്കമുള്ളൂ എന്നത്. അതുകൊണ്ട് അദ്ദേഹം കാണുകയാണ്. എന്തായാലും കാത്തിരിപ്പുകൾക്കൊടുവിൽ അർജുൻ മടങ്ങിയെത്തുകയാണ്. അർജുൻ്റെ മടങ്ങിവരവ് നാളെ ആയിരിക്കും വീട്ടിലെത്തുക. ഇന്ന് വൈകിട്ടോടുകൂടി DNA പരിശോധനകൾക്ക് ശേഷം അർജുൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. നടപടിക്രമങ്ങൾ അവിടെ പൂർത്തിയാവുകയാണ്. സാധാരണ രീതിയിൽ 48 മണിക്കൂർ വേണ്ടി വരുന്ന DNA പരിശോധനാ ഫലം അതിനുള്ള കാത്തിരിപ്പാണ്. അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഇതിനിടയിലാണ് മനാഫ് ഇന്ന് കോഴിക്കോട് വീട്ടിലെത്തി ഇപ്പോൾ അമ്മയെ സന്ദർശിക്കുന്നത്. മകൻ്റെ മടങ്ങിവരവും കാത്തിരുന്ന ഒരു കുടുംബമാണ്. ആശങ്കകൾക്കൊടുവിൽ മകനിനി ജീവനോടെ മടക്കയാത്രയില്ല എന്ന് അവർ മനസ്സിലാക്കുന്നു. അതിനൊടുവിൽ പക്ഷേ അവശേഷിക്കുന്ന ഭൗതിക ശരീരഭാഗങ്ങളെങ്കിലും തങ്ങൾക്ക് കിട്ടണം, അതിലൊരു വ്യക്തത ഉണ്ടാവണം, മകൻ എന്തു പറ്റി എന്നതിനൊരു തെളിവുണ്ടാവണം എന്നതൊക്കെയായിരുന്ന കുടുംബത്തിൻ്റെ നിലപാട്. ആ കാത്തിരിപ്പുകൾക്കൊടുവിൽ, നമ്മുടെ അന്വേഷണങ്ങൾക്കൊടുവിൽ പുഴയിൽ നിന്ന്, ഗംഗാവലി പുഴയിൽ നിന്നും മൃതദേഹവും അർജുൻ്റെ ലോറിയും കണ്ടെടുത്തു. ഒടുവിൽ DNA പരിശോധനകളും അതിൻ്റെ നടപടിക്രമങ്ങൾ നടക്കുകയാണ്. മനാഫ് ഇപ്പോൾ അർജുൻ്റെ കോഴിക്കോട്ടെ വീട്ടിലേക്ക് എത്തുകയാണ്. മനാഫിൻ്റെ വാഹനമാണ് അർജുൻ ഓടിച്ചിരുന്നത്. മനാഫും അർജുനും തമ്മിലുള്ള ബന്ധം അത്ര വലുതായിരുന്നു. എനിക്ക് വാഹനം വേണ്ട, എനിക്ക് എൻ്റെ സഹോദരനെ തിരികെ കിട്ടിയാൽ മതി, അവനെ അവിടെ ഉണ്ടാകും, ക്യാബിനിൽ കുടുങ്ങിക്കിടപ്പുണ്ടാകുമെന്ന് തുടക്കം മുതൽ ഒടുക്കം വരെ നിലപാടെടുത്ത വ്യക്തിയാണ് മനാഫ്. അത് വ്യക്തമാവുകയും ചെയ്തു. ഒടുവിൽ ഇപ്പോൾ മനാഫ് കോഴിക്കോടെ ആ വീട്ടിലേക്ക് വരികയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മനാഫ് ആ വീട്ടിലേക്ക് എത്തി അവിടെ ഇപ്പോൾ കുടുംബാംഗങ്ങളുമായി ചർച്ച ചെയ്ത് അങ്ങേയറ്റം വൈകാരിക നിമിഷങ്ങളിലൂടെ ആ കുടുംബം, ആ വീട് കടന്നു പോകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അർജുൻ്റെ മടങ്ങിവരവിന് വേണ്ടി അവിടെ നാളെയാണ് ആ കുടുംബം കാത്തിരിക്കുന്നത്. KV ബൈജു ഉണ്ട് നമുക്കൊപ്പം. ബൈജു, അർജുൻ്റെ ഷിരൂരിൽ നിന്നുള്ള മടക്കയാത്ര, ആ DNA പരിശോധനാ ഫലം നമുക്ക് വൈകിട്ടോടെ പ്രതീക്ഷിക്കാം അല്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി തന്നെ അവിടുന്ന് യാത്ര പുറപ്പെടുമോ? എന്താണ് അതിന്റെ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്? ടിജി, സജിത്തെ, നമുക്കിപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം ഉച്ചയോടുകൂടി തന്നെ ഈ DNA പരിശോധനാ ഫലം ലഭിക്കുമെന്നാണ്. കുടുംബം അതിനായി ഒരുങ്ങിയിരിക്കുന്നു. അവർ കാർവാറിലേക്ക് ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട്. നേരത്തെ അങ്കോളയിലാണ് കുടുംബം താമസിച്ചിട്ടുണ്ടായത്. അവിടെയാണ് അവർക്ക് താമസം ഏർപ്പാടാക്കിയിട്ടുണ്ട് സർക്കാർ വകയായി. ഇപ്പോൾ കുടുംബം കാർവാറിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അങ്കോളയിൽ നിന്നും 1 മണിക്കൂറാണ് കാർവാറിലേക്കുള്ള ദൂരം. ഇനി പരിശോധനാ ഫലം 2 മണിയോടുകൂടി ലഭിക്കുമെന്നാണ് SP അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി 4 മണിയോടുകൂടി ഇവിടെ നിന്നും തിരിക്കാനാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ക്രമീകരിച്ചതുപോലെ തന്നെ പുലർച്ചെ 6 മണി 7 മണിയോടുകൂടി കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് അങ്ങനെയാണെങ്കിൽ അർജുൻ എത്തും. അത്തരത്തിലുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഈ അർജുനെ ശിരൂരിൽ നിന്നും ഇത്തരത്തിൽ യാത്രയാക്കും. വലിയ തോതിൽ കർണാടക സർക്കാരിന്റെ പൂർണ്ണ ചിലവിൽ ഒപ്പം പോലീസ് അനുഗമിച്ച് അത്തരത്തിൽ വൈകാരികമായ രീതിയിൽ തന്നെയാണ് ആ യാത്രയപ്പ് അർജുനെ ഇവിടെ നിന്നും യാത്രയാക്കുന്നത്. തലപ്പാടി അതിർത്തിയിലും വലിയ തോതിൽ അർജുനെ കാണാൻ ഒരുപാട് പേർ ഇത്തരത്തിൽ കാത്തിരിക്കുമെന്നാണ് അറിയുന്നത്. ലോറി ഓണേഴ്സ് അസോസിയേഷനൊക്കെ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഏറ്റവും പുതുതായി ഇപ്പോൾ നൽകാൻ കഴിയുന്നത് ഈ കാര്യത്തിൽ ഉച്ചയോടുകൂടി തന്നെ പരിശോധനാ ഫലം വരും. അത്തരത്തിലുള്ള സൂചനയാണ് കുടുംബങ്ങൾക്ക് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത്. തയ്യാറായിരിക്കാൻ അവർ പറഞ്ഞിരിക്കുന്നു. കാർവാറിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. നമ്മളും കാർവാറിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയം തന്നെ നമ്മൾ കാർവാറിലേക്ക് എത്തും. തൊട്ട് സമീപത്തായി ജിതിൻ ഉൾപ്പെടെയുള്ള അവരുടെ കുടുംബത്തിന്റെ വാഹനവും നമ്മോടൊപ്പമുണ്ട്. എന്തായാലും ശിരൂരോട് വിട ചെല്ലാൻ ഒരുങ്ങുകയാണ് അർജുൻ. അവസാനമായി ഗംഗാവലി പുഴയുടെ തീരത്തുകൂടിയാണ് ആ ആംബുലൻസ് കടന്നു പോവുക. അല്പസമയം ഗംഗാവലി പുഴയുടെ തീരത്ത് ആംബുലൻസ് ഉൾപ്പെടെ നിർത്തിയിടും. കാരണം അവിടുന്ന് അർജുന്റേതായ കുറച്ച് പാത്രങ്ങളും മറ്റു വസ്തുക്കളും ഒക്കെ എടുക്കാനുണ്ട്. അത് അവിടെയാണുള്ളത്. അവിടെ ആംബുലൻസ് നിർത്തിയിട്ട് ഗംഗാവലി പുഴയിൽ നിന്നും പുഴയുടെ കരയിൽ നിന്നും ആ വസ്ത്രങ്ങളും മറ്റ് വസ്തുക്കളുമൊക്കെ ആംബുലൻസിൽ കയറ്റിയതിനു ശേഷം പിന്നീട് നേരെ കണ്ണാടി അങ്ങോട്ടേക്കായിരിക്കും യാത്ര പുറപ്പെടുക. എന്തായാലും എവിടെയെങ്കിലും നിർത്തിയിട്ട് അത്തരത്തിലുള്ള പൊതുദർശനമോ മറ്റോ ഒന്നും ഉണ്ടാകില്ല. വാഹനം കടന്നു പോകും.
വാഹനം കടന്നു പോകാനുള്ള വഴികളൊക്കെ സുഗമമാക്കാൻ നിരവധി പേർ ഇത്തരത്തിൽ ശ്രമിക്കുന്നുണ്ടെന്നാണ് കുടുംബത്തിന് കിട്ടിയിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഏതെങ്കിലും തരത്തിൽ ഗതാഗത കുരുക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ കൃത്യസമയം പാലിച്ച് തന്നെ പുലർച്ചയോടുകൂടി എത്തുമെന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. എന്തായാലും ഉച്ചയോടുകൂടി ഈ ഫലം വരുമെന്ന ഒരു ഔദ്യോഗികമായി തന്നെ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും കാർവാറിലേക്ക് ഇപ്പോൾ കുടുംബവും പുറപ്പെട്ടിട്ടുണ്ട്. സജിത്ത്, യെസ് വൈജു, അതാണ് സാഹചര്യം. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നു നാളെ വെളുപ്പിനയോടെ കൂടി അർജുന്റെ മൃതദേഹം അവിടെ വീട്ടിലെത്തിക്കുമെന്ന്. അവിടെ ഇപ്പോൾ മനാഫുണ്ട്, ആ കുടുംബത്തെ സന്ദർശിക്കുകയാണ്. അനീഷ് ചേരുന്നു. അനീഷ്, എന്താണ് അവിടുത്തെ സാഹചര്യം? വൈകാരിക നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. തീർച്ചയായും ലോറിയുടെ ഉടമയായ മനാഫ് നേരത്തെ അർജുനെ മടക്കി എത്തിക്കാം എന്ന വാക്ക് നൽകിയാണ് ഇവിടെ നിന്ന് പോയത്. അത് ഈ ദിവസങ്ങളിലുടനീളം മനാഫ് പറയുന്നുമുണ്ടായിരുന്നു. എന്തായാലും ആദ്യഘട്ടത്തിലെ തെരച്ചിൽ കഴിഞ്ഞപ്പോൾ തന്നെ ജീവനോടെ അർജുനെ ലഭിക്കില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരുന്നു. ഇതിനുശേഷം ഈ ജീവനില്ലാതെ ചേതനയറ്റ രീതിയിലാണെങ്കിൽ പോലും ഒരു അന്തിമോപചാരം അർപ്പിക്കാൻ അല്ലെങ്കിൽ കർമ്മങ്ങൾ നടത്താൻ പോലും ഒരു ശരീരം തിരിച്ച് കിട്ടണം അല്ലെങ്കിൽ കിട്ടും എന്ന് തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും ആ വാക്ക് പാലിക്കാനായി എന്നത് തന്നെയാണ് ഏറെ വൈകാരികമായി മനാഫിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. മനാഫ് വീടിനകത്തേക്ക് പോവുകയും അമ്മയുമായി സംസാരിക്കുകയും അമ്മയുടെ കരം പിടിച്ച് താൻ പറഞ്ഞ വാക്ക് പാലിച്ചു എന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിനുശേഷം അർജുന്റെ മറ്റ് സഹോദരി അടക്കമുള്ളവരുമായും സംസാരിച്ച ശേഷമാണ് ഇപ്പോൾ വീടിന്റെ മുന്നിൽ നിൽക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹം താഴേക്ക് ഇറങ്ങി വരികയും മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മനാഫ് വന്നിരിക്കുന്നു. ഏറെ ഈ കുടുംബവുമായി ചേർന്ന് നിന്ന ഒരാൾ ഈ അപകടമുണ്ടായ ശേഷം ഈ ദുരന്തമുഖത്തൊക്കെ അർജുന്റെ കുടുംബാംഗങ്ങളോടൊപ്പം നിലയുറപ്പിക്കുകയും വീറോടെ പലരോടും പോരാടുകയും അദ്ദേഹത്തിന് തന്നെ വാക്കുകൾ പറഞ്ഞാൽ ഓടി നടന്ന ആളുകളിലേക്ക് തല്ലുകൊള്ളുന്ന രീതിയിലേക്ക് പോലും മാറിക്കഴിഞ്ഞ ഒരാൾ. അത്രമേൽ ഒരു സഹോദര വാത്സല്യമാണ് അർജുനോട് മനാഫ് കാണിച്ചത്. നമുക്കറിയാം, സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ ഒരുപാട് ആളുകളാണ് മനാഫിന്റെ ആ മനുഷ്യത്വപൂർണമായ പെരുമാറ്റത്തെ അല്ലെങ്കിൽ ഒരു സഹജീവിയെ സ്വന്തം സഹോദരനായി തന്നെ കരുതുന്ന ആ സ്നേഹത്തെ വാഴ്ത്തുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടുകഴിഞ്ഞു. എന്തായാലും ആ വാക്ക് പാലിച്ചിരിക്കുന്നു, അമ്മയുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. ഇനി വൈകാതെ അർജുന്റെ ശരീരം ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്യും. മനാഫ് അമ്മയെ കണ്ട ശേഷം ഇപ്പോൾ വരും നമുക്ക് അദ്ദേഹത്തിലേക്ക് പോകാം.